പി സി ചാക്കോ മാറി തോമസ് കെ തോമസ് വരണമെന്ന് NCPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അഭിപ്രായം രേഖപ്പെടുത്തുന്നു. പ്രമേയത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 72 പേർ പങ്കെടുത്ത യോഗത്തിൽ പ്രമേയം ഐക്യകണ്ഠേനയാണ് പാസാക്കിയത്. യോഗം ഔദ്യോഗികമല്ല എന്ന് ചാക്കോ പക്ഷം പറയുകയും ചെയ്യുന്നുണ്ട്. AK സ്റ്റെഫിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എന്താണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്? വലിയ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ NCPയിലെ തിരുവനന്തപുരം ഘടകത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം നമുക്ക് മുൻപ് തന്നെ അറിയാം, അത് പരസ്യമായൊരു കയ്യാങ്കളിയിലേക്ക് തന്നെ NCPയിലെ വിഷയങ്ങൾ എത്തിയ സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ഓഫീസിന് മുന്നിൽ കിടന്ന് ജില്ലാ അധ്യക്ഷനും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം പുതിയതായ ഒരു ജില്ലാ അധ്യക്ഷനെ ഒന്നിലാണ് കോൺഗ്രസ് വിട്ട NCPയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇതാ 4 വർഷത്തിന് ശേഷം NCPയിൽ നിന്നും പി സി ചാക്കോ രാജിവെച്ചിരിക്കുന്നു. ഈ വാർത്ത പുറത്തുവിടുന്നു മാതൃഭൂമി ന്യൂസിന്റെ ബിഗ് ബ്രേക്കിംഗ് ആണ് പുറത്തു വരുന്നത്. പി സി ചാക്കോ ഇന്നലെ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നുള്ള ഏറ്റവും വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിനെ, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി NCPയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കലാപം പരസ്പരം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഏറ്റുമുട്ടും നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നടന്ന യോഗത്തിലും 2 വിഭാഗമായി തിരിയുന്നത് കണ്ടിരുന്നു. തന്റെ കാര്യങ്ങൾ ഒന്നുമേ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പി സി ചാക്കോ സ്വയം മാറുകയാണോ? അദ്ദേഹത്തിന് നേരത്തെ സ്റ്റെഫിൻ ചോദിക്കുമ്പോൾ പറഞ്ഞത് രാജി വെച്ചിട്ടില്ല എന്നുള്ള നിലപാടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം രാജി ഉറപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും മന്ത്രി കസേരയിലെ തർക്കത്തിനൊടുവിൽ പരാജയപ്പെട്ടിട്ടാണോ വീണ്ടും ഒരു സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് രാജിവെക്കേണ്ട അവസ്ഥ വരുന്നത്? തീർച്ചയായിട്ടും മാർഷൽ, കാരണം ഈ NCPക്കകത്ത് ഇപ്പോൾ 2 വിഭാഗങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പി സി ചാക്കോ ഒറ്റപ്പെട്ട് ഒരു ഒറ്റയാനെ പോലെ നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഒരു ഏറ്റവും രഹസ്യ സ്വഭാവത്തിൽ ഉള്ള ഒരു യോഗത്തിൽ സംസാരിച്ച കാര്യങ്ങൾ ഓഡിയോ സന്ദേശത്തിലൂടെ പുറത്തു വരുന്നു. മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തോക്കി സംസാരിക്കാൻ അറിയാമെന്ന് തുടങ്ങിയ മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുന്നു. അതിലൊന്നും തന്നെ ഈ പി സി ചാക്കോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തു കാണേണ്ടത്. ഒപ്പം തന്നെ പലതരത്തിൽ AK ശശീന്ദ്രൻ വിഭാഗം ഈ പാർട്ടിയിൽ വലിയൊരു സ്വാധീനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം പി സി ചാക്കോയ്ക്കൊപ്പം കോൺഗ്രസിൽ നിന്ന് വന്ന പല ആളുകൾ, ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ആട്ടുകാല അജി, അദ്ദേഹത്തെ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് പി സി ചാക്കോ പുറത്താക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് പകരം സതീഷ് കുമാറിനെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അതാണ് തിരുവനന്തപുരത്ത് വലിയൊരു കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കിയത്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതൊന്നും പരിഹരിച്ചുകൊണ്ട് സമവായത്തിലൂടെ മുന്നോട്ട് പോകാൻ ഒരു സംസ്ഥാന അധ്യക്ഷന് കഴിയാതെ വരുന്നു. ഒപ്പം തന്നെ തിരിച്ചു വരാം.